അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൽ ഏഴാമത്തേട്ടാ ഇബിനിൽ അഫ്ആല ഫിൽ ജുമലിൽ ആതിയത്തി ലിൽ മജ്ഹൂലി. ഇബനി നീ ഉണ്ടാക്കണം അൽ അഫ്ആല ഫിൽ ക്രിയകളെ ഫിൽ ജുമലിൽ ആതിയത്തി തുടർന്ന് വരുന്നതായ വാചകങ്ങളിൽ ലിൽ മജ്ഹൂലി മജ്ഹൂലാക്കണം. അമ്മ സഅലക്കൽ മുദീറു. അമ്മ നമുക്കറിയാം അല്ലേ, അൻ പ്ലസ് മ എന്തിനെ കുറിച്ചാണ്? സഅലക മുദീറു, മുദീർ നിന്നോട് ചോദിച്ചത് എന്തിനെ കുറിച്ചാണ്? വാട്ട് ഡിഡ് ദ മുദീർ ആസ്ക് യു എബൌട്ട്. മുദീർ എന്തിനെ കുറിച്ചാണ് നിന്നോട് ചോദിച്ചത്? ഇവിടെ മുദീറാണ് ഫാഇൽ. മുദീറിനെ ഒഴിവാക്കിയിട്ട് എന്തിനെ കുറിച്ചാണ് നീ ചോദിക്കപ്പെട്ടത് എന്നാക്കണം. എങ്ങനെ പറയാ ഷൈൻത? അമ്മ കാഫിനെ നിങ്ങൾ മുദീറിനെ ഒഴിവാക്കി, മുദീർ വേണ്ട. കാഫിനെ നീ ചോദിക്കപ്പെട്ടു എന്ന് പറയണം. നീ ചോദിക്ക. അപ്പം സുഇല സുഇല സുഇലു സുഇലത്ത് സുഇലത സുഇൽന സുഇൽത. അന്തൻ്റെ അവിടെ എന്താണ് കാഫ്? അന്തല്ലേ? അമ്മ സുഇൽത്ത അത്ര മതി. അമ്മ സുഇൽത്ത വാട്ട് വർ യു ആസ്ക്ഡ് അബൌട്ട്. നീ എന്തിനെ കുറിച്ചാണ് ചോദിക്കപ്പെട്ടത്? അമ്മ സുഇൽത്ത. അടുത്തത് ഖതലഹുമുൽ മുജ്രിമു ബിൽ മുസദ്ദസി. മുസദ്ദസ് എന്ന് പറഞ്ഞാലേ ഈ പിസ്റ്റൽ എന്ന് പറയാം, അല്ലെങ്കിൽ തോക്ക്, അങ്ങനെ ചെറിയ പുക വരുന്ന ചെറിയ തോക്കില്ലേ, അതാണ് കേട്ടാ. ഖതലഹും മുൽ മുജ്രിമു. മുജ്രിമു എന്ന് പറഞ്ഞാൽ ക്രിമിനൽ, കുറ്റവാളി, അവരെ കൊന്നു. ഖതല കൊന്നു, അൽ മുജ്രിമു ഹും അവരെ, കുറ്റവാളി അവരെ കൊന്നു. ബിൽ മുസദ്ദസി തോക്കുകൊണ്ട്. ദ ക്രിമിനൽ കിൽഡ് ദം വിത്ത് എ ഗൺ. ദ ക്രിമിനൽ കിൽഡ് ദം വിത്ത് എ ഗൺ. കുറ്റവാളി തോക്കുകൊണ്ട് അവരെ കൊന്നു. അപ്പോൾ ഇവിടെ മുജിരിമു ആണ് ഫായിൽ. ആ ഫായിലിനെ ഒഴിവാക്കിയിട്ട് അവർ കൊല്ലപ്പെട്ടു എന്ന് പറയണം. അവർ തോക്കുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് പറയണം. അപ്പം ഖതല എന്താകും? ഹും കുത്തില. അവരാണ് കൊല്ലപ്പെട്ടത്. അപ്പം ഏത് ഫോമിലേക്ക് കൊണ്ടുവരണം കുത്തിലനെ? തുമ്മ എന്ന് പറഞ്ഞാൽ മഫൂലും ബിഹി അല്ല. മഫൂലും ബിഹിനെ ഫായിലാക്കിയിട്ട് നിങ്ങൾ അതിൽ കൊണ്ടുപോയോ? അവർ കൊല്ലപ്പെട്ടു. കുത്തില എന്ന് പറഞ്ഞാൽ അവൻ കൊല്ലപ്പെട്ടു എന്നോ? കുത്തില കുത്തിലു മതി. ഹും അല്ലേ? ഹും അല്ലേ കുത്തിലു? കുത്തിലു ബിൽ മുസദ്ദസി. നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ കുത്തിലു ബിൽ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തന്നെ. കുത്തിലു ബിൽ മുസദ്ദസി. അവർ തോക്കിനാൽ കൊല്ലപ്പെട്ടു. ദേ വേർ കിൽഡ് വിത്ത് പിസ്റ്റൾ. അവർ തോക്കിനാൽ കൊല്ലപ്പെട്ടു. അടുത്തത് ലാ യസ് അലുഹും അഹദുൻ. ഒരാളും അവരോട് ചോദിക്കുന്നില്ല. അൻ സബബി കാരണത്തെക്കുറിച്ച്. സബബി തഅഹുരിഹിം അവർ വൈകി വന്ന കാരണത്തെക്കുറിച്ച്. മുലാഫ് മുലാഫിലിഹിന് സബബി മുലാഫ് തഅഹുരി മുലാഫിനിലിഹി ഹും അവർ വൈകി വന്ന കാരണത്തെക്കുറിച്ച് അല്ലേ? സബബി തഅഹുരിഹിം ശരി. അവർ വൈകി വന്ന കാരണത്തെക്കുറിച്ച് ഒരാളും തന്നെ അവരോട് ചോദിക്കുകയില്ല. അവിടെ യസ് അലു ഹും അഹദുൻ ഒരാളും ഹും അവരോട് ചോദിക്കുകയില്ല. അപ്പം അവർ ചോദിക്കപ്പെടുകയില്ല എന്നാകണം. ഹും കേട്ടോ, ഹുമ്മിൻ്റെ അവിടെയാണ്. അപ്പോൾ അഹദുൻ ഫായിലിനെ ഒഴിവാക്കിയിട്ട് അവർ ചോദിക്കപ്പെടുന്നില്ല. അപ്പം എങ്ങനെ പറയണം? യസ് അലു യസ് അലാനി ഒരു നൂൻ എന്താ പറയാത്ത? ലാ യസ് അലൂന അൻ സബബി തഅഖിരിഹിം അല്ലേ? They were not asked about the reason what they are late. അവരെന്താണ് ലേറ്റ് ആയതെന്നുള്ളതിനെ കുറിച്ചിട്ട്. ലാ യുസ് അലൂന കേട്ടാ. യസ് അലൂന എന്ന് പറഞ്ഞാൽ യുസ് അലൂന കേട്ടാ. യുസ് ആ ലൂന കറക്റ്റായ യുസ് അലൂന.
عن سبب تأخرهم അല്ലേ ടീച്ചറെ? തഅഖുരിഹിം തഅഖുരിഹിം അവർ ലേറ്റായതിനെ കുറിച്ച് അവർ ചോദിക്കപ്പെടുകയില്ല. ലിമ അഹദകുമുൽ മുറാഖിബു. ലിമ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട് അല്ലേ? എന്തിനു വേണ്ടി? വൈ എന്നുള്ള അർത്ഥം. അഹദകും നിങ്ങളെ എടുത്തു. ആര്? മുറാഖിബ് നിങ്ങളെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞാൽ അഹദ എടുത്തു എന്നാവില്ല ഇവിടെ. നിങ്ങളെ കൊണ്ടുപോയത്. എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോയത്. മുറാഖിബ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ. സൂപ്പർവൈസർ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ടുപോയത്? എവിടേക്ക്? ഇലൽ മുദീർ, മുദീറിൻ്റെ അടുത്തേക്ക്. എന്തിനാണ് നിങ്ങളെ മുറാഖിബ് സൂപ്പർവൈസർ മുദീറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? വൈ ദ സൂപ്പർവൈസർ ടുക്ക് യു ടു ദ മാനേജർ. അപ്പോൾ എന്തായിരിക്കും? ആരെ കൊണ്ടുപോയത്? മുറാഖിബിനെ ഒഴിവാക്കണം. അഹദാണ് ഫിഅൽ. അഹദ മാലിയാണ് കേട്ടോ. മുറാഖിബിനെ ഒഴിവാക്കിയിട്ട് കുമ്മിനെ നായിബ് ഫൈലാക്കണം. അപ്പോൾ എങ്ങനെ? അഹദ അഹദ അഹദു അഹദ ലൗഹിദ അല്ലേ? ഉഹിദ മജ്ഹൂലാക്കണ്ടേ? അഹദനെ മജ്ഹൂലാക്കുമ്പോൾ ഉഹിദ കുമ്മിൽക്ക് വരണം. കും എന്ന് പറഞ്ഞാൽ എന്താ? അന്തുമിലേക്ക് ഇത് വരണം. ഉഹിദ ഉഹിദു ഉഹിദത്ത് ഉഹിദത ഉഹിദ്ന ഉഹിത്ത ഉഹിത്തുമ ഉഹിത്തും എന്നാണ് വരിക കേട്ടോ. ലിമ ഉഹിത്തും ഇലൽ മുദീരി. വൈ വർ യു ടേക്കൺ മുദീർ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മുദീറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകപ്പെട്ടത്? ഓക്കെ അല്ലേ? അതൊന്ന് പ്രാക്ടീസ് ചെയ്യാത്തതിന് കുറവുണ്ടാവും കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് പേജ്. ഷായന്തല്ലേ എവിടെ? അടുത്തത് റജുലു ബിൽ അസാ. ദറബ അടിച്ചു. ഞങ്ങളെ. അർ റജുലു പുരുഷൻ. ആ പുരുഷൻ ഞങ്ങളെ അടിച്ചു. ബിൽ അസാ വടി കൊണ്ട്. ദ മാൻ ഹിറ്റ് അസ് വിത്ത് എ സ്റ്റിക്ക്. ദ മാൻ ഹിറ്റ് അസ് വിത്ത് എ സ്റ്റിക്ക്. റജുല് ഞങ്ങളെ വടി കൊണ്ട് അടിച്ചു. റജുലാണ് ഫായിൽ. ഫായിലിനെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ അടിക്കപ്പെട്ട് എന്നാക്കണം. അപ്പൊ ലറബ എന്താവും? ദുരിബ. ദുരിബു ഞങ്ങളാണ്. ഞങ്ങളിലേക്ക് എത്തണം. ദുരിബ്തും ഞങ്ങൾ. നഹ്നുവിന്റെ അവിടെ വരണം. ദുരിബ്ന ബിൽ അസാ ഞങ്ങൾ വടി കൊണ്ട് അടിക്കപ്പെട്ടു. വി വേർ ബീറ്റൺ വിത്ത് എ സ്റ്റിക്ക്. അടുത്തത് സർറനി അൽ ഖബറു. സർറനിൽ ഖബറു. ഖബർ അല്ലേ? അതെ. സർറനി സർറ സന്തോഷിപ്പിച്ചു. നീ എന്നെ. അൽ ഖബറു വാർത്ത. എന്താ സന്തോഷിപ്പിച്ചത്? ആ ക്രിയ ചെയ്തതാരാ? വാർത്തയാണ്. വാർത്തയാണ് എന്നെ സന്തോഷിപ്പിച്ചത്. അപ്പോൾ ഖബർ എന്നുള്ളത് ഫായിലാണ്. ഖബർ അവിടെ ദ ന്യൂസ് മെയ്ഡ് മീ ഹാപ്പി. ന്യൂസാണ് എന്നെ ഹാപ്പി ആക്കിയത്. ആ ക്രിയ ചെയ്തത് ഖബറാണ്. അപ്പം ഞാൻ സന്തോഷിക്കപ്പെട്ടു എന്ന് പറയണം. സർറ എന്നാണ് ഫിഅൽ. സർറ യസുറു സർറ. അപ്പം സർറ എന്താവും മജ്ഹൂലാക്കുമ്പോൾ? സുറ. ഇനി ഞാൻ സന്തോഷിക്കപ്പെട്ടു എന്ന് പറയണം. അപ്പൊ എവിടെ എങ്ങനെ സുജി വരിക? നിങ്ങളൊന്ന് വെറുതെ പറയില്ലേ ഫാത്തിമത്ത? ഒന്ന് ഇത് വെച്ചിട്ട് പറ. ഒന്ന് ഒരു മിനിറ്റ്. സുറത്ത കഴിഞ്ഞിട്ട് ആറാമത്തെ എന്താ? അല്ല, അത് മുറിക്കണ്ടേ? സുറിർന. അത്രേ ഉള്ളൂ. സുറിർത്തു ഞാൻ സന്തോഷിപ്പിക്കപ്പെട്ടു. ഐ വാസ് മെയ്ഡ് ഹാപ്പി. സുറിർത്തു. നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞാലേ ഈ വേർഡ് അതും പറയണ്ടേ? അത് പറയണ്ട. ഫൈലിനെ നമ്മള് ഒഴിവാക്കണം. എന്നിട്ട് നായിബ് ഫൈൽ. ആ നീ എന്നല്ലേ, ഞാനല്ലേ സന്തോഷിക്കപ്പെട്ട. അപ്പൊ തൂല് കൊടുക്കുന്നുണ്ട് അവിടെ. നായിബ് ഫൈൽ. തൂ ആണ് നായിബ് ഫൈൽ. ഖബർ അവിടെ ഫൈൽ നമ്മൾ ഒഴിവാക്കിയിട്ടല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്?
ഫായിലിനെ പറയില്ലല്ലോ, അപ്പൊ ഇവിടത്തെ നായിബ് ഫായില് ടു ആണ് അല്ലേ ടു ടീച്ചറെ? ആണ്. അതെ. അടുത്തത് ഇസ്തഖ്രിജ്, നീ പുറത്തു കൊണ്ടുവരണം. ഇസ്തഖ്രിജ് മിനദ്ദർസി, പാഠത്തിൽ നിന്ന്. അൽ അഫ്ആലൽ മബനിയത ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടി ഉണ്ടാക്കിയ ക്രിയകളെ. വദ്കുർ, എന്നിട്ട് പറയണം നായിബ ഫായിലി കുല്ല വാഹിദിൻ മിൻഹ, എല്ലാ ഓരോന്നിൽ നിന്നും നായിബ് ഫായിലിനെ പറയണം. ഓക്കെ, ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ട് ഒരാൾ ഒരെണ്ണം പറഞ്ഞാൽ അടുത്ത ആൾ എല്ലാം കൂടിയിട്ട് പറയരുത്. അപ്പോൾ നമ്മൾ പാഠത്തിൽ നോക്കിയേ, ഏതാ പാടാണ് കേട്ടോ, മിനിറ്റ്. പറഞ്ഞോ, നോക്കിയേ എവിടെയൊക്കെയാ മാലി മജ്ഹൂല്. ലിമ തഅഖർതും യാ ഇഖ്വാനു ലി അന്നൽ മത്അമ. കിട്ടിയാ? ആർക്കാ ആദ്യത്തെ കിട്ടിയത്? മാലി മജ്ഹൂൽ അല്ല, മജ്ഹൂലിൻ്റെ ക്രിയകൾ അതിൽ കിട്ടുന്നുണ്ടോ പാഠത്തിൽ, ലെസണിൽ? വായിക്കുക. രണ്ടാമത്തെ ലൈനിൽ കിട്ടിയ ആർക്കെങ്കിലും? ഫുത്തിഹ. ഷാഹിൻ താക്ക് മാർക്ക്. ഫുത്തിഹ. നായിബ് ഫായിൽ ആരായിലത്തെ ഷാഹിൻ താ? ഇനിയില്ല, അവിടെ നിൽക്ക്, ഫസ്റ്റ് പറയട്ടെ. നായിബ് ഫായിൽ ആരാണ് ഷാഹിൻ താ? ഹുവ. ശരി, അടുത്ത ലൈന് നോക്കിയേ. ഫുത്തിഹ കഴിഞ്ഞു കേട്ടാ. ഇനി ഏതാ കിട്ടിയുള്ളത്? ഫുത്തിഹ വേണ്ട, രണ്ടാമത്തെ വേണ്ട. ഫുത്തിഹ പറഞ്ഞു. വീണ്ടും ഫുത്തിഹ. പേജ് ഇട്ടിട്ട് ഗ്രൂപ്പിൽ എടുക്കുന്നുണ്ട്. യുഫ്തഹു. യുഫ്തഹു. ഷാഹിൻ താ മാഷാ അല്ലാ. അതിന്റെ നായിബ് ഫായിൽ ആരാ? നായിബ് ഫായിൽ ഹുവ. തഖ്ദീറുഹു ഹുവ. ഇനി അടുത്തത് വായിച്ചു നോക്കിയേ. ഇജ്ലിസു വഫ്തഹുൽ കിതാബ. അയിന കിതാബുക യാ ഇദ്രീസു. പിന്നെ കിട്ടിയാ? സുരിഖ, മോഷ്ടിക്കപ്പെട്ടു. ഇനി ഒന്ന് പറഞ്ഞേ, നായിബ് ഫായിൽ ആരാ സുരിഖന്റെ? സുരിക്ക മോഷ്ടിക്കപ്പെട്ടു. നായിബ് ഫായിൽ പറയണം കേട്ടോ. ഞാൻ ഷാഹിൻ താടെ മാർക്ക് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫാത്തിമ താക്ക് ഒരു മാർക്ക് കൊടുത്തു. ആരാണ് മോഷ്ടിക്കപ്പെട്ടത്? എന്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടു. ആരോ നായിബ് ഫായിൽ ആരെങ്കിലും പറഞ്ഞാ? കിതാബി. ശരി, ഷാഹിൻ താക്ക് അടുത്ത മാർക്ക് കിട്ടി. കിതാബാണ് മോഷ്ടിക്കപ്പെട്ട കിതാബാണ്. ഓക്കെ, അടുത്തത് സുരിക്കനി വേണ്ട. വമത്ത ഐന സുരിക്കൽ ബാരിഹത്ത മിനൽ ഗുർഫത്തി വ അന ആയിബുൻ അൻഹ. വേറെ കിട്ടിയാ? സുരിക്കത്ത്. സുരിക്കത്ത്. നായിബ് ഫായിൽ ആരാ? അല്ല, ഹിയല്ല. ഇനി ആരാ ഹുവ പറയണ അതിനിടയില്? അഷിയ. മാഷാ അല്ലാ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. സഅതി വഹിദായി വമുഅ്ളമു മലാബിസ് അവ്വലകല്ലാഹു മിൻഹാ. ഉരീദുൽ ആന അൻ അസ്അലക്കും അസ്ഇലതൻ ഫീമാ ദറസ്തും അംസി. ഞാൻ പറഞ്ഞ അടുത്തത് കിട്ടി. അടുത്തത് എനിക്ക് വന്ന് ഉരീദു ഇല്ല, ഉരീദു മാലിയാണ്, അല്ല മുലാരിയാണ്. ഉരീദു അറാദ. ഉരീദു ഉലിദ. യെസ്, ഉലിദ. ഉലിദന്റെ നായിബ് ഫായിൽ ആരാ? റസൂലു. ഫാത്തിമ റസൂലു. ഓക്കെ, ശരി, ഖൈർ. റസൂലാണ് നായിബ് ഫായിൽ. അടുത്തത് വുലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷഹരി റബീഇൽ അവ്വലി. ഫീ അയ്യി സനത്തിൻ വുലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ജാബിറു മാ അദ്രി അലം തദ്റുസു ഹാദാ ബലാ ദറസ്നാഹു വലാകിന്നി നസീതു ഹൽ യഅരിഫു ഹാദാ. വുലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആമി 70 و500 മിനൽ മീലാദി. ഹാദാ സ്വഹീഹുൻ. ഫീ അയ്യാമിൻ വുലിദ്ത. നായിബ് ഫായിൽ പറഞ്ഞേ, അതിന് മാർക്കുണ്ട്. അന്തന്റെ ആവശ്യമില്ല. അന്ത തൗക്കീദാ. ശരി, തൈനീസല്ല, നീ ജനിച്ചു എന്നാണ്. അപ്പോ ഫാത്തിമ പറഞ്ഞു കേട്ടാ. അപ്പൊ അടുത്തത് വുലിത്തു. ഏതാ അതിന്റെ നായിബ് ഫായിൽ ഏതാ? വുലിത്തു, ഞാൻ ജനിച്ചു. ശരി, ഓക്കെ, ശരി, കറക്റ്റ്. അടുത്തത് ഫി അയ്യി ആമിൻ വുലിത്ത അൻത. വുലിത്ത പറഞ്ഞതാണല്ലോ. വുലിത്തു ആമസ്, അത് വേണ്ട. അയിന വുലിത്ത യാ അഹ്മദു വുലിത്തു ഫി പാകിസ്ഥാന അൻത ഇദൻ ഇസ്മഉ യാ ഇഖ്വാനു അഷ്റഹുൽ ആന ഖായിദൻ നഹവിയൻ മുഹമ്മൻ. അൽ ഫിഅലു ഇമ്മാ മബ്നിയുൻ ലിൽ മജ്ഹൂലി വ ഇമ്മാ മബ്നിയുൻ ലിൽ
معلومي وإما مبني للمجهول معلومي فمثل قتل يقتل وإما مبني للمجهول فمثل قتل يقتل قتل نائب فاعل ആരാ هو هو يقتل نائب فاعل ആരാ قتل ഹുവ അതും ഹുവ ശരി പിന്നെ അടുത്തത് കിട്ടിയാ അടുത്ത മജ്ഹൂല് കിട്ടിയോ يخدف യുഹ്ദഫു ശരി മാഷാ അല്ലാഹ് യുഹ്ദഫു നായിബ് ഫായിൽ പറഞ്ഞേ هو പോയി يحذف الفاعل ഫായിലു ഷാൻത കറക്റ്റ് മഅൽ ഫിഅലിൽ മബ്നി ടീച്ചർ പാടില്ലല്ലേ ഫായിലു ഞാൻ അത് നോക്കിയില്ല കേട്ടോ വയഹുല്ലുൽ മഫ്ഊൽ ബിഹി മഹല്ലഹു യുസമ്മ യുസമ്മ ട്ടാ യുസമ്മ വിളിക്കപ്പെടുന്നു അതിന്റെ നായിബ് ഫായിൽ ആരാ യുസമ്മ ഹുവ യെസ് വിളിക്കപ്പെടുന്നു ഹുവ അതിനെ വിളിക്കപ്പെടുന്നു നായിബ ഫായില് അത് ഹുവയാണ് അതിന്റെ നായിബ് ഫായിൽ രണ്ടാമത്തെ നായിബ എന്നുള്ളത് മഫൂലും ബിഹി ഉണ്ട് രണ്ട് നായിബ് ഫായിൽ വന്നിട്ടുണ്ട് അവിടെ വഹുവ മർഫൂഉൻ വനഖൂലു ഖത്തല ഖുത്തിലായി പിന്നെ അത് പറഞ്ഞു ഖത്തല കഴിഞ്ഞതാണ് ഖുത്തില കഴിഞ്ഞു ഇനി ഏതാ ഇതില് അതിന് ഓർഡർ ആയിട്ട് പറയാം ഖുത്തിലൽ ജാസൂസു യസ്മഉൻ നാസുൽ അദാന ബിവുളൂഹി പിന്നെ ഏതാ ജുന്ദിയോ ഒന്നും വേണ്ട അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞു ഖുത്തിലൽ ജാസു ജുന്ദിയല്ല ജുന്ദിയു ഫായിലാണ് ഖുത്തിലയാണ് മജ്ഹൂല് ജാസൂസു ആണ് നായിബ് ഫായില് അതിന്റെ നെക്സ്റ്റ് അടുത്ത ലൈനിൽ യൂല എവിടെ ഞാൻ കാണുന്നല്ല യസ്മഉൻ നാസുൽ അദാന ബിവുളൂഹിൻ അത് കഴിഞ്ഞിട്ട് എവിടെ ഇസ്മല്ലേ അത് ക്ലാസ്സിനെ കേട്ടൂല്ല അവിടെ ഇല്ല കുലിക്ക ഉണ്ട് കുലിക്ക അതിന് മുൻപ് ഇത് പറയും യസ്മഉൻ നാസുൽ അദാന ബിവുളൂഹിൻ അത് കഴിഞ്ഞിട്ട് കാണുന്നില്ലേ നിങ്ങള് നായിബ് ഫായിൽ അല്ല മജ്ഹൂലായിട്ടുള്ള യുസ്മഉ ശരി യുസ്മഉ അദാനു കറക്റ്റ് യാ മുആബിയ ഇബ്നിൽ ഫിഅല ഫി ഹാദിഹിൽ ജുംലത്തിൽ മജ്ഹൂലി ഖലഖല്ലാഹുൽ ഇൻസാന മിൻ തീനിൻ ഇനി അടുത്ത ഫിഅൽ കറക്റ്റ് ശരി അടുത്തത് എന്താ ഹാത്തി മിസാലൻ ആഖറ ലിൽ ഫിഅലിൽ മബ്നി ലിൽ മജ്ഹൂലി യാ ഇദ്രീസു ഖുതില ഉമറു നായിബ് ഫായിൽ അടുത്തത് ഖുതില ഉമറു റളിയല്ലാഹു അൻഹു വഹുവ സല്ല യുസല്ലി അത് യുസല്ലി വരില്ല എന്ന് തോന്നുന്നു അല്ലേ നായിബ് ഫായിൽ അല്ല യുസല്ലി നാസു ഫിൽ അല്ല അത് മജ്ഹൂൽ അല്ല ട്ടാ ബിൻ നാസ് ഫിൽ മസ്ജിദ് നബവി അഹ്മദു ഹാത്തി മിസാലൻ ആഖറ അൻ യകൂന അൽ ഫിഅലു ഫീഹാ മുളാരിഅൻ അടുത്തത് ഫീഹി മുളാരിഅൻ യുഖ്തലു കൊല്ലപ്പെടുന്നു നായിബ് ഫായിൽ ആരാ ആലാഫുൻ ആയിരങ്ങൾ ശരി കറക്റ്റ് യാ ജാബിർ ഹാത്തി മിസാലൻ ആഖറ അൻ യകൂന നായിബു ഫായിൽ ഫീഹി മുഅന്നസൻ നീ സൂറത്തു ആണ് നായിബ് ഫായിൽ ഞാൻ പേജ് ഒന്ന് വരയ്ക്കട്ടെ ട്ടാ യാ ഹസനു അസ്തദിഉ അൻ തദ്കിറ ആയതൻ ഫീഹാ ഫിഅലുൻ മബ്നിയു ലിൽ മജ്ഹൂലി നഅം അസ്തദിഉ ബിഅൗനില്ലാഹ് ഖാല അല്ലാഹു തആല വല്ലദീന യദ്ഉ മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ഷൈഅൻ വലം വഹും യുഖ്ലഖൂൻ ശരി അതിന്റെ നായിബ് ഫായിൽ ആരാ വാവുൽ ജമാഅ യെസ് അഹ്സൻത യാ ഷാഹിനത അയുംകിനുക അൻ തദ്കറു ഹദീസൻ നബവിയൻ യഹ്വി ഫിഅലൻ മബ്നിയ ലിൽ മജ്ഹൂലി യാ സുബൈറു യുംകിനുകി ഇൻഷാ അല്ലാഹു അംകന യുംകിനുകി അല്ല ഇല്ല അത് യുൽദഗു മുഅ്മിനു നായിബ് ഫായിൽ കറക്റ്റ് ഇൻതഹൽ വഖ്തു യാ ഉസ്താദു അറന്നൽ ജർസു ബെല്ലടിച്ചോ കഴിഞ്ഞിട്ട് വന്നാടാ കണ്ടില്ല ടീച്ചറെ ലാ യുസ്മഉ ആരാ നായിബ് ഫായിൽ
ലാ കേൾക്കപ്പെടുകയില്ല. ഹുവ സൗത്തുൻ ശബ്ദമാണ് കേൾക്കപ്പെടുക. സൗത്ത് സൗത്തുൻ. അപ്പൊ കഴിഞ്ഞുട്ടാ. അത്രയും. അപ്പോൾ നായിബ് ഫായിലും നമ്മൾ അതിന്റെ ഇതൊക്കെ കണ്ടുപിടിച്ചുട്ടാ. പാഠം നോക്കുക, കണ്ടുപിടിക്കുക. ഈസി അല്ലേ? ഓക്കെ. ശരി. നിങ്ങൾ യുംകിനു ഒക്കെ അവിടെയൊക്കെയാണ് തെറ്റിക്കുന്നുണ്ട്. യുസമ്മ കറക്റ്റാ, മജ്ഹൂലാണ്, വിളിക്കപ്പെടുന്നു. യുസമ്മ. ശരി കേട്ടാ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത എക്സസൈസ് തുവജ്ജിഹുൽ മുദരിസു, അധ്യാപകൻ തിരിച്ചു വിടുന്നു. അല്ലെങ്കിൽ തിരിയുന്നു. ഇല്ല കുല്ലി താലിബിൻ, എല്ലാ വിദ്യാർത്ഥികളുടെ അടുത്തേക്കും. ഹാദ സുആൽ, ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫി അയ്യ ആമിൻ ബുലിത്ത, നീ ഏത് വർഷമാണ് ജനിച്ചത്? ഫയുജീബു താലിബു, വിദ്യാർത്ഥികൾ ഉത്തരം പറയുന്നു. ഖായിലൻ, പറയുന്നവനായിക്കൊണ്ട്. എന്താ? ബുലിത്തു ആമ കദാ ലിൽ ഹിജ്റത്ത്, ഹിജ്റ ഇന്ന വർഷം, മിലാദ് ഇന്ന വർഷം. ബാദി ലിൽ അദദിൽ അദ്ന, എണ്ണം വെച്ചിട്ട് തുടങ്ങണം. ബാദി എന്നാൽ എന്താ? ബാദി എന്താണല്ലേ? ബദ ആ കേട്ടില്ലേ? ബദ ആ തുടങ്ങുക, തുടങ്ങി. യബുദ ഉ തുടങ്ങുന്നു. ബാദി എൻ തുടങ്ങുന്നവൻ. ഓക്കെ, അതാണ് കേട്ടോ. അതിൻ്റെ ഇസ്മു ഫായിലാണ് കേട്ടോ ബാദി എൻ. ഓക്കെ. ബി അദദിൽ അദ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ എണ്ണം. അതായത് വൺസിൻ്റെ പ്ലേസിൽ നിന്നില്ല, ഒറ്റൻ്റെ സ്ഥാനത്ത് നിന്ന് വേണം നമ്മൾ എണ്ണം തുടങ്ങാൻ. നമ്മൾ പഠിച്ചതാണല്ലോ അത്. ഇനി വേണ്ടല്ലോ അല്ലേ? ഫി അയ്യ ആമിൻ വുലിത്ത, നീ ഏത് വർഷമാണ് ജനിച്ചത്? അപ്പോൾ വുലിത്തു ആമിൻ ഇങ്ങനെ പറയണം. അത് ഹിജ്റ വർഷം, മീലാദിൻ്റെ വർഷം. ഇത് മീലാദ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷം, ഹിജ്റ എന്ന് പറഞ്ഞാൽ ഹിജ്റ വർഷം കേട്ടോ. അപ്പോൾ അത് ശരി. അതാണ്. നിങ്ങളെല്ലാം അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോട്ടെ. നിങ്ങൾ ഏത് വർഷം ഹിജ്റ വർഷം നിങ്ങൾ കണ്ടുപിടിക്കേ. ഒരു ഹോംവർക്കായിട്ട് ഗ്രൂപ്പിൽ ചെയ്തിട്ടിട്ട് ആരെ ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഹിജ്റ വർഷം നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത് എന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടോട്ടാ. ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ഞാൻ ആരുമില്ല എന്ന് വിചാരിച്ചത്. ഞാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചത്. നിങ്ങൾ രണ്ടുപേരും മാത്രം ഉത്തരം പറഞ്ഞിരുന്നുള്ളൂ. ഏത് വർഷവും ജനിച്ചതെന്ന് മീലാദും പിന്നെ ഹിജ്റൻ്റെ ഒക്കെ വർഷം ട്ടാ നോക്കിയിട്ട് പറഞ്ഞോളൂ ട്ടാ. അടുത്തത് തുഹ്ദഫുൽ അലിഫു, അലിഫ് ഒമിറ്റ് ചെയ്യപ്പെടുന്നു. അല്ലാമു, ലാമും. ബിനൽ അലമിൽ മുഖ്തരിനി, മുഖ്തരിനി എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആയിട്ടുള്ള അലം. അതായത് ബിഹിമ ഇന്ദനിദായി, അതായത് ചില പേരുകളുണ്ട് അലമുണ്ടല്ലോ, ചില പേരിൽ അലിഫ്ലാം കൂടെ വന്നിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലേ? അൽ ഹുസൈനു, അൽ സുബൈറു, അൽ ഹാരിസു, അൽ ബറാഉ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകൾ. അതിൻ്റെ കൂടെ എന്തുണ്ട്? അലിഫ്ലാം ഉണ്ട്. അൽ ബറാഉ അല്ലേ, അൽ ഹാരിസു, അൽ സുബൈറു, അൽ ഹുസൈനു, അൽ ഹസൻ. എല്ലാതിൻ്റെ കൂടെ ഇല്ല. അറബികൾ പറഞ്ഞ ചില പേരുകളുടെ കൂടെയാണ് ഈ അലിഫ്ലാം ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ അലിഫ്ലാം, അലിഫും ലാമും ഇല്ല. ഓക്കെ, ശരി. അപ്പൊ ഈ അലിഫ്ലാം ചേർന്ന് വന്ന അലമുകൾ, പ്രോപ്പർ നൗണ് എന്താക്കുന്നു? ഹർഫിന് ഇതായിട്ടിട്ട് മുനാദയായിട്ട് വരുമ്പോൾ അതിനെ കളയപ്പെടുന്നു. അൽ ഹസനു, യാ ഹസനു. കണ്ടോ? അപ്പോൾ ഈ അലിഫ്ലാം എന്ന് പറഞ്ഞാൽ താരീഫിൻ്റെ അലിഫ്ലാമല്ല, മാരിഫാക്കാനുള്ള അലിഫ്ലാമല്ല, മറിച്ച് അതിൻ്റെ കൂടെയുള്ള അലിഫ്ലാമാണ്. താരീഫിൻ്റെ അല്ല കേട്ടോ, അത് നമ്മൾ അറിയണം. അപ്പോൾ നാദിൽ അലാമുൽ ആത്തിയത്ത, തുടർന്ന് വരുന്ന അലമുകൾ നിങ്ങൾ വിളിക്കണം. നാദിൽ അലാമൽ നാദി, നീ വിളിക്കണം. നാദി എന്നാണ് അല്ലേ? പ്രൊഫൈലല്ലേ നാദി? നാദ യുനാദി, നാദി. അതിന്റെ ഇതാണ്. ആണോ? അതിന്റെ എന്താണിത്? അതിന്റെ ജമ്മന്താണ് യുനാദി, വിളിക്കപ്പെടുന്നവൻ അല്ല, അതിന്റെ മജ്ഹൂലാണ്. ശരി. എന്താ പറയണത്? നിങ്ങൾക്ക് അറിയാം എന്താ പറഞ്ഞത്? നാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചു, യുനാദി വിളിക്കുന്നു. അതിന്റെ മുലാരി ആണ് യുനാദി. നാദി എന്ന് പറഞ്ഞാൽ അതിന്റെ അംബഫേൽ കേട്ടാ, നീ വിളിക്ക്. അല്ല, അലാമൽ ആത്തിയ, തുടർന്ന് വരുന്നതിന്. അപ്പോൾ അൽ ഹുസൈനു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? യാ ഹുസൈനു. അസുബൈറു, അപ്പോൾ നമ്മൾ എങ്ങനെ വിളിക്കണം? യാ സുബൈറു. അൽ ഹാരിസു, യാ ഹാരിസു. അൽ ബറാഉ, യാ ബറാഉ. ബറാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വഹാബിന്റെ പേര് ബറാഇബ്നു ആസിം. ബറാഉ എന്നും പറയും, ബറാഉ എന്നും പറയും അല്ലേ? അതല്ല കേട്ടാ, ഇത് പേരാണ്, അത് ആൾക്കാരുടെ പേരല്ല. അതായത് സ്വഹാബിന്റെ പേര് ഇന്നസെന്റ് എന്നൊക്കെ പറയും. ഫ്രീ ഫ്രം എനി ബ്ലെയിംസ് ഓർ ക്ലിയർ എന്നൊക്കെ പറയും. അങ്ങനെയാണ് കേട്ടാ ബറാ.
അങ്ങനെ നമ്മൾ വിളിക്കുക. അടുത്തത് നസബ്. നസബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചേർക്കൽ. ഇൽഹാക്ക് ചേർക്കണം. യാ ഉൽ മുഷദ്ദദ ഫി ആഖിരിൽ ഇസ്മി, ഇസ്മിൻ്റെ അവസാനത്തിൽ ഷദ്ദയുള്ള യാഇനെ ചേർക്കലാണ്. ലി തദുല്ല അല നിസ്ബത്തിഹി, ആ എന്താ പറയുക, അതിൻ്റെ നിസ്ബയിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിസ്ബത്തിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലി തദുല്ല നിസ്ബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിലേക്ക് ചേർക്കുക. എന്താ പറയുക, റിലേഷൻ. നമ്മൾ നബീൻ്റെ നിസ്ബ പറയാറില്ലേ, നെസ്ബ് പറയാറില്ലേ, അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദുൽ മനാഫു അങ്ങനെയൊക്കെ പറയാറില്ലേ, ഇത് നിസ്ബ ട്ടാ. കുടുംബത്തിലേക്ക് യോജിച്ചതിലേക്ക് നല്ല കുടുംബം അല്ലെങ്കിൽ അതിലേക്ക് ചേർക്കാനൊക്കെ പറയും. ഇന്ത്യക്കാരൻ കട, ഹിന്ദിയു ഇന്ത്യക്കാരൻ അങ്ങനെ പറയുന്നത്. നഹ്വ പോലെ, അതായത് ഒരു കാര്യം വ്യക്തമായി അല്ലെങ്കിൽ പ്രത്യേകമാക്കി പറയാൻ ഒന്നിനെ ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിജ്ഞാനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വിശേഷണത്തിലേക്ക് നിസ്ബ ചെയ്യുക അഥവാ ചേർത്തി പറയുക. എന്തായിരുന്നു, ഒരു സ്ഥലത്തിലേക്ക് ചേർത്തി പറയാം അല്ലെങ്കിൽ ഒരു ഗോത്രത്തിലേക്ക് ചേർത്തി പറയാം. ഹാഷിമി എന്നൊക്കെ പറയാം, ഹാഷിമിയു അല്ലേ. ഹാഷിമിയു എന്ന് പറഞ്ഞാൽ എന്താ, ഹാഷിമി എന്നൊക്കെ ആൾക്കാർക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, നബിൻ്റെ ഹാഷിമി ഗോത്രത്തിൽ ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. തമീമിയു എന്നൊക്കെ ആയിട്ടില്ല, തമീമി എന്നൊക്കെ പറയാറുണ്ട്, തമീമി ഗോത്രത്തിൽ ജനിച്ച അങ്ങനെ ഒരു ഗോത്രം. ഹിന്ദിയു, തുർക്കിയു, ഇറാഖിയു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥലം. പിന്നെ ഒരു വിജ്ഞാനം നഹ്വിയു അതിലേക്ക് ചേർത്താം. ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ടോ നോക്കാം. പിന്നെ വിശേഷണത്തിലേക്കോ ചേർത്തി പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി. പിന്നെ ഷദ്ദയുള്ള യാഇനെ ഇസ്മിൻ്റെ അവസാനത്തിലേക്ക് ചേർത്തൽ അത് അതിൻ്റെ ബന്ധത്തിനെ അറിയിക്കുന്നു. അതാണ് അൽ ഹിന്ദു ഇന്ത്യ, ഹിന്ദിയുൻ ഇന്ത്യക്കാരൻ, അൽ ഇറാഖു ഇറാഖ് ഇറാഖിയു ഇറാഖുകാരൻ. അൻ നസബ ഇലാ നബിയിലേക്ക് ചേർക്കുമ്പോൾ നബവിയുൻ, എനിക്ക് മലയാളം പറയാൻ കിട്ടണില്ല, നബവിയുൻ. വ ഇല അഹുലേക്ക് ചേർക്കുമ്പോൾ എന്താവും, നബിയിലേക്ക് ചേർക്കുമ്പോൾ ഒരു വാവ് എക്സ്ട്രാ വരുന്നുണ്ട്, അഹുനിലേക്ക് ചേർക്കുമ്പോഴും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അഹവിയുൻ വാവ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അവസാനം ഷദ്ദയുള്ള ഒരു യാ ഉണ്ടായിരിക്കും. അവസാനത്തിൻ്റെ തൊട്ട് മുന്നുള്ള പദം മിക്കതും എല്ലാതും കെസറായിരിക്കും, മിക്കവാറും കെസറായിരിക്കും. ചിലതിന് താമർബൂത്ത് ഉണ്ടെങ്കിൽ അത് കളയും എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പോൾ ഇവിടെ എക്സസൈസ് ഇതിൻ്റെ തന്നിട്ടുണ്ട്. ഉൻസുബ് നസബ യൻസുബു ഉൻസുബ് നീ ചേർക്കണം. ഇലൽ അസ്മാഇൽ ആത്തിയത്തി തുടർന്ന് വരുന്ന ഇസ്മുകളെ നീ ചേർക്കണം. അസുദാനു സുഡാൻ, ഇനി ഒരു സുഡാനി എന്താ പറയുക നമ്മൾ, അസുദാൻ എന്താവും, സുഡാൻകാരൻ സുദാനിയുൻ. അൽ കുവൈത്തു അലിഫ്ലാം കളയണേ. സൂദാനിയുൻ കുവൈത്തിയുൻ കറക്റ്റ് ആണ് കേട്ടോ. അൽ യാബാനു അദ്ദീനു മതപരമായത് എന്നൊക്കെ പറയാം. ദീനിയുൻ മതം അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം കിട്ടും. ദീനിയുൻ. അന്നഹ്വു അപ്പൊ നിങ്ങളൊക്കെ നഹ്വിയത്തുനാണ്, നഹ്വിയുൻ. അത്താരിഖു താരിഖിയുൻ ചരിത്രകാരന്മാർ. അസ്സർഫു സർഫിയുൻ. ഈ അബുൻ അഹുനൊക്കെ ആണെങ്കിൽ എന്തൊരു ഒരു വാവ് വരുന്നുണ്ട് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇസ്തഖ്രിജ് പുറത്തു കൊണ്ടുവരണം, മിനദ്ദർസി പാഠത്തിൽ നിന്ന്, അംസിലത്തൻ ഉദാഹരണം, ലി നസ്ബിൻ ഒരു ഉദാഹരണം നിങ്ങൾ കൊടുന്ന ഒന്നല്ല 2-3 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ വന്നിട്ടുള്ളത് പാഠത്തിൽ ഞാൻ എന്തായാലും പറയാം, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് എത്തൂല. പാകിസ്ഥാനിയുൻ വന്നിട്ടുണ്ട്. ഇതൻ അങ്ങനെയാണെങ്കിൽ നീ പാകിസ്ഥാനിയാണോ എന്ന് ചോദിച്ചില്ലേ, പാകിസ്ഥാനിയുൻ. പിന്നെ അൽ ബുഖാരിയു അവിടെ കണ്ടിട്ട്, അൽ ബുഖാരിയു. അൻ നബവിയു ഒക്കെ ഈ 3 ലെസണിൽ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ പറഞ്ഞതാണ് പാഠത്തില് ഈ ഇതുണ്ടല്ലോ, നസ്ബിന്റെ യാ ചേർത്തിട്ട് നസ്ബ് ചെയ്തിട്ട് യാ ചേർത്തിട്ട് വന്ന പാഠത്തിൽ വന്നിട്ടുള്ളതിനെ നിങ്ങൾ കണ്ടുപിടിക്കാൻ 3 ഉണ്ട്.
അതാണ് പാകിസ്ഥാനിയുൻ എന്നുണ്ട്, അൽ ബുഹാരിയു ലെസണിൽ വന്നിട്ടുണ്ട്, അന്നബവിയു എന്ന് പാഠത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഉദാഹരണങ്ങൾ പാഠത്തിൽ വന്നതാണ്. ഓക്കെ. ഉഹറു ജംഉ ഉഹറ. ഓക്കെ. ഉഹർ എന്നുള്ളത് ഉഹറൻ്റെ ജം ആണ്. വഹിയ മംനൂഅത്തുൻ മിനസ് സർഫി. അത് മംനൂ മിനസ് സർഫാണ്. ഖാല അല്ലാഹു തആല പറയുന്നു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ. ഞാൻ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ബക്കറയിലത്തെ ആയത്തില്ലേ എന്താ പറഞ്ഞത്? നിങ്ങളിൽ ആരെങ്കിലും തന്നെ ഫമൻ ഖാന, ആരെങ്കിലും മിൻകും നിങ്ങളിൽ നിന്ന് മരീലനാവുകയോ അല്ലെങ്കിൽ യാത്രയിലാവുകയോ ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഫഇദ്ദത്തുൻ, അവൻ പൂർത്തീകരിക്കണം. മിൻ അയ്യാമിൻ ഉഖറ, മറ്റു ദിവസങ്ങളിൽ. ഒക്കെ ഞാൻ ഇറാബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉഖ്റ എന്ന പദമാണ്. അവിടെ അയ്യാമിൻ എന്നത് ഗൈറു ആഖിലാണ്. അതിൻ്റെ നഅത്തായിട്ടാണ് ഉഖറ വന്നത്. അവിടെ മുഅന്നസായിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടോ? ഓക്കെ. അയ്യാമിൻ ദിവസങ്ങൾ, മറ്റു ദിവസങ്ങൾ. അയ്യാമിൻ എന്നുള്ളത് അയ്യാമിൻ എന്നുള്ളത് ജമ്മു തക്സീർ. തക്സീറാണ്. പക്ഷേ ഐറാഖിലിന്റെ കുല്ലു ജമീൻ മുഅന്നസാണ് അല്ലേ? അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ഉഹ്റ വന്നത്. അത് ഉഹ്റാന്നും വരും കേട്ടോ, രണ്ട് രീതിയിൽ വരും. പക്ഷെ ഖുറാനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഉഹ്റ എന്നും രണ്ട് രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ായതുകൊണ്ടാണ് അത് മുഅന്നസായത് അല്ലേ? ഉഖ്റ എന്തിലായതുകൊണ്ട്? ഉഹ്റാന്ന് വന്നിട്ടില്ല ഇവിടെ. ഉഹ്റ അതിന്റെ ബഹുവചനായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഗൈറുആഖിലിന്റെ കുല്ലു ജമിൻ മുഅന്നസ് മുഫ്രദായിട്ടാണ് നമ്മൾ പറയാറല്ലേ? അല്ലേ? അതെ, മുഫ്രദായിട്ടാണ് പറയാറ്. പക്ഷെ ഇവിടെ വന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട്, രണ്ട് രീതിയിലും വന്നിട്ടുണ്ട്. ഉഹ്റാന്നും വന്നിട്ടുണ്ട്, ഉഹ്റൊന്നും വന്നിട്ടുണ്ട്. രണ്ട് രീതിയിലും പറഞ്ഞാൽ മുഅന്നസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ബഹുവചനായിട്ടാണ് വന്നിട്ടുള്ളത്. ചില സ്ഥലത്ത് നമ്മൾ പഠിച്ചത് ഏകവചനായിട്ടാണ് അല്ലേ? അങ്ങനെ പറഞ്ഞത്. നമ്മളെന്താ ഹാദിഹി കിലാബുൻ എന്നൊക്കെയല്ലേ പഠിച്ചത്? ശരി. അസ്സലാമു അലൈക്കും. ശരി. തഅമ്മൽ മായലി, തുടർന്ന് വരുന്നത് നീ ചിന്തിക്കണം. യസ്തതിഉ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്. അത് ഫോം 5. അവന് സാധിക്കുന്നു. തസ്തതിഉ അവൾക്ക് അല്ലെങ്കിൽ നിനക്ക് സാധിക്കുന്നു. അസ്തതിഉ എനിക്ക് സാധിക്കുന്നു, ഐ ക്യാൻ. ഇസ്തതാഅ യസ്തതിഉ അതാണ് സാധി. ഓക്കെ. ഇനി എന്താ പറയുക? മൻ ഞാൻ എന്താ പേരില്ല. മൻ യസ്തതിഉ അൻ യക്തുബ ദർസ. എന്താ പറഞ്ഞത്? ഹു ക്യാൻ റൈറ്റ് ദ ലെസൺ. ലെസൺ. ആർക്കാണ് പാഠം എഴുതാൻ സാധിക്കുക? മൻ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബ്നിയുൻ അല സുകൂനി. യസ്തതിഉ ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിദ്ദമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അൻ ഹർഫു നസ്ബിൻ വമസ്ദരിൻ. യക്തുബ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അൻ യക്തുബ അൽ മസ്ദറുൽ മുഅവ്വലു ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അദ്ദർസ മഫ്ഊലുൻ ബിഹി. യക്തുബേൻ്റെ മഫ്ഊലുൻ ബിഹിയാണ് അദ്ദർസ. അപ്പോൾ ആ യസ്തതിഉവിൻ്റെ ഉപയോഗം പഠിക്കാനാണ് പറഞ്ഞിട്ടാ. അല സബൂറത്തി ബി ഖത്തിൻ വാളിഹിൻ. അത്രയല്ലേ ഉള്ളൂ. അയ്യോ, ഇതിൻ്റെ ബാക്കിയാണത്. ഓക്കെ. അതിന്റെ ബാക്കിയാണത്. വാളിഹിൻ എന്നുള്ളത് ഹത്തിന്റെ നാത്തുൻ മജറൂറുൻ. അതെ, ഇതിന്റെ ബാക്കിയാണ്. അതെ, വാളിഹിൻ നാത്ത്. ഇതിന്റെ ബാക്കിയാണ് കേട്ടാ. മൻ യസ്തതിഉ അൻ യക്തുബ ദർസ അല സബൂറത്തി ബി ഖത്തിൻ വാളിഹിൻ. വ്യക്തമായ ഹാൻഡ് റൈറ്റിൽ ബോർഡിൽ ആർക്ക് എഴുതാൻ സാധിക്കും? അതാണ് കേട്ടോ അർത്ഥം. ഞാനങ്ങനെ വായിക്കുമ്പോൾ എന്താ ഒരു കിട്ടാത്ത. ശരി, നോക്കാൻ. അടുത്തത് അതസ്തതിഉ നിനക്ക് സാധിക്കുമോ? അൻ തസൂഖ. തസൂഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഡ്രൈവ് ചെയ്യാം.
അറിയില്ല കേട്ടോ. നിങ്ങളെ തെളി ഏതാന്ന് പറയണത്. സാക്ക പറഞ്ഞാല് ഡ്രൈവ് ചെയ്യാട്ടാ. ലോറിയുടെ ആ അതെ. ഷാഹിനത്തന്നെ യാതൊരു ലോറി ഷാഹിന കണ്ടപ്പോ ഓടിക്കുവാനാ. മനസ്സിലായില്ലേ. അന്തസൂക്കാന്ന് പറഞ്ഞാലേ പിന്നെ ഇതാണ് കേട്ടോ, ഡ്രൈവ് ചെയ്യാട്ടാ. സാക്ക യസൂക്കു, സാക്ക അവൻ ഡ്രൈവ് ചെയ്തു, യസൂക്കു അവൻ ഡ്രൈവ് ചെയ്യുന്നു. സാക്ക. മറ്റേത് തസവ്വക്ക ഉണ്ട് കേട്ടോ, ഷോപ്പ് ചെയ്യണേനെ തസവ്വക്ക ഇത് തസവ്വക്ക. രണ്ടും കുടുംബിയുള്ള ഒരു ഫീലാണ് അല്ലേ? ഏത് സാക്ക അല്ലല്ലോ. അങ്ങനെയാണോ? ഇല്ല, പറഞ്ഞുതരാം കേട്ടാ. സാക്ക എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തു, യസൂക്കു അവൻ ഡ്രൈവ് ചെയ്യുന്നു. അതേപോലത്തെ ഒരു ഫെമിലിയർ ആയിട്ടൊരു വാക്കാണ് തസവ്വക എന്ന് പറഞ്ഞാൽ ഷോപ്പ് ചെയ്തു, യതസവ്വഖു. തസൂക്കു എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അവിടെ കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ട് അത് പറഞ്ഞാണ്. അങ്ങനെയുണ്ട് ഒരു ഫേല്. അപ്പോൾ ഇവിടെ നിനക്ക് തസൂക്ക നിനക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമോ, കഴിയുമോ? ഷാഹിനത്തൻ ലോറി, യാ സുബൈറു സുബൈറെ നിനക്ക് ലോറി ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമോ? മീനിങ് ലോറി എന്നാ? അതെ അതെ, ഷാഹിന നിങ്ങൾ ഉദ്ദേശിച്ച ഷാഹിൻ താനാവൂല, ഷാഹിൻ താൻ്റെ ഹായാവൂല, അറിയില്ലല്ലോ. ഓക്കെ ശരി. ലോറിയാ? ഷോ എന്താ ഇതിന്റെ സന്തോഷം നോക്കിയേ. എന്താ സംഭവം? യാ അല്ലാ. അതെ അതെ. ഫാത്തിമ സൂക്ഷിച്ചോട്ടാ, അള്ളാനെ സൂക്ഷിച്ചോട്ടാ, തമാശക്ക് പോലും പറയരുത്. ശരി, എന്താ പറഞ്ഞത്? ഓ സുബൈർ ക്യാൻ യു ഡ്രൈവ് എ ലോറി? മറ്റേ ഹാ വരുന്നത് മത്സ്യകന്യക എന്നർത്ഥമുണ്ട്. മത്സ്യകന്യക അല്ലെ, മെർമെയ്ഡ്. ഷാഹിന. ഞാന് ഇതില് ഒരു ചക്രവർത്തിനി കണ്ടിട്ടുണ്ട് ഹാ ഇല്ലേ? ഹാ ഹാ അല്ലേ, കിട്ടുള്ള എല്ലാത്തിനും ഹാ ഇല്ലേ? കേട്ടുള്ള ഹാ അല്ലേ. ആ എനിക്ക് നമ്മളെ പേരുകൾ ഇങ്ങനെ വരുമ്പോഴേ പിന്നെ പലതും നമ്മൾ പേരിന്റെ ബുക്കിൽ നോക്കിയിട്ട് നമ്മളെ നാട്ടിൽ മത്സ്യകന്യക എന്നല്ല മാറിപ്പോയത്. ലവണ എന്തോ ലവണ ജലം, ഉപ്പുവെള്ളം എന്നുള്ള മീനാന്ന് തോന്നുന്നു. ആ മാറിപ്പോയത് കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഷാഹിന. ഞാൻ അത് അടിച്ചു നോക്കി, ഗൂഗിളിൽ അടിച്ചു നോക്കിയിരുന്നു ഒരിക്കല് ഇതേപോലെ ഗൂഗിളിൽ ക്ലാസ്സിൽ. ആ കൊറേ അർത്ഥം അപ്പൊ അതില് കണ്ടത് അത് ഏത് ഭാഷയാണത്? അറബിക്കല്ലേ? അറബി തന്നെയാണോ? ആ ഞാൻ അറബിയാണ് അടിച്ചു നോക്കിയത്. എന്തായിരുന്നു? ഷാഹിൻ. ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇടും നമ്മൾ ആണ് മറ്റേ പുരുഷന്റെ നാമങ്ങൾ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അതെ, ഞാൻ ഖത്തറിലുള്ളപ്പോഴേ ഞങ്ങളെ കൂടെ ഒരു പാകിസ്ഥാനി ഫാമിലി താമസിച്ചിരുന്നു. അവര് വന്നിട്ട് എന്നെ വിളിക്കുക ഷാഹീൻ എന്നാണ്. ഷാഹീൻ. ആ അതാണ്, അങ്ങനെ ഇടും. ഷാഹീൻ എന്ന് പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മ. കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ. തായിറുൻ ജാരിഹുൻ എന്ന് കാണുന്നുണ്ട്. ഒരുതരം ഫാൽക്കൻ്റെ പേരുണ്ട്. പിന്നെ ഈ പേര് എന്ന് പറയണമെങ്കിൽ മുദക്കർ ഷാഹീൻ എന്നിട്ട് ഉപയോഗിക്കും. യുഷീറു ഇലൽ കഹുവത്ത അല്ല കൂവത്ത്, ശക്തി. ആ അതാ ശക്തി എന്നർത്ഥമുണ്ട്. യുഷീറു ഇലൽ കൂവത്തി. ഞാൻ ഇട്ടരാട്ടാ. സ്ട്രെങ്ത് ആൻഡ് ലോയാലിറ്റി ആൻഡ് സ്പീഡ്. അർത്ഥങ്ങളുണ്ട്, അർത്ഥമില്ലാതൊന്നുമില്ല. ഷാഹീൻ കലിമത്തു ഷാഹീൻ യുഗന ഐലൻ ജലീൽ. കണ്ട, ജലീൽ തന്നെ മഹത്വം ഉള്ളവൻ. കണ്ടോ, മഹത്വമുള്ള എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. ഞാൻ ഷാഹീനാണ് അടിച്ചത്. ഷാഹീന ഫെമിനായിട്ടും ഇപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ. ഷാഹീന താമരഭൂത്ത് ഇടുമ്പോൾ സയ്യാറത്തുൻ കബീറത്ത് അത് മറ്റേത്, അത് ഹായാണ്. ഇതത് ഇപ്പോൾ മറ്റേ ഷഹാൻ മറ്റേ ഇതാണ് വരുന്നത്. ചില പദങ്ങൾ അങ്ങനെയാണ്. മഹത്വമുള്ളവളായിരിക്കും. അതായിരിക്കും ജലീൽ. ഷാഹീന് അങ്ങനെ അർത്ഥം ഉണ്ടായിരിക്കും. നമ്മളൊക്കെ വിചാരിക്കണ ചില അർത്ഥങ്ങൾ അങ്ങനെ ആവൂല. എൻ്റെ വീട്ടിൽ ഞങ്ങളോടൊക്കെ പേരിട്ടുള്ള അടിപൊളി പേരുകളല്ലേ. എൻ്റെ ബ്രദേഴ്സിന് മാത്രം നല്ല പേരാ. ഫളുൽ ഹക്ക്, മുജീബ് റഹ്മാൻ. പക്ഷെ ഞങ്ങളൊക്കെ പേരൊന്നൊക്കെ റബീന, റജീന, റിൻസിയ അങ്ങനെയൊക്കെ പേരുകളൊക്കെ റാക്കൊക്കെ മാച്ചായിട്ട് ഉമ്മയുടെ പേരിന് മാച്ചായിട്ട് ഇട്ടതാണ്. അങ്ങനെ ഹയർ. ഇപ്പം നമ്മൾ ആ പേരിട്ടിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്തു, സ്കൂളിൽ ചേർത്താൻ പോയപ്പോൾ ചേർത്തിയവർ എന്ത് ചെയ്തു, ടീച്ചർ ഒരു ഇട്ടില്ല. അപ്പോൾ എന്തായി, റജീന എന്നുള്ളത് രചനയായി. പിന്നെ പേര് അങ്ങനെ മാറി. ചിലവർ വേറെ രീതിയിൽ വിളിക്കും. ഇനി എന്തെങ്കിലും ആട്ടെ, നമ്മളെ എന്താ പറയുക, പേര് നമ്മളല്ലല്ലോ ഇടുന്നത്, പേരൻസ് അല്ലേ. ശരിട്ടാ. എന്റെ പേരിനുള്ള മീനിങ് ഇല്ല.
ഇല്ല അല്ലേ? അറബിയില് മീനിങ് ഇല്ല. റംഷിദ എന്നല്ലേ? റംഷിദ എന്തിട്ടായിരുന്നു റംഷിദ? നോക്കിണ്ടാ? പക്ഷെ കാണിക്കുന്നില്ല. നമ്മള് അതില് കാണിക്കുന്നില്ല. പിന്നെ അറബി നോക്കിയിട്ട് കാര്യമില്ല. ചില പേരുകള് പിന്നെ വേറെ ഏതെങ്കിലും ഭാഷയിൽ വേറെ വന്നതായിരിക്കും. അല്ല, വെസ്റ്റേൺ ഭാഷ. അന്നൊക്കെ പേരിടാ വല്ല അമ്മായികളാ വല്ല വല്യപ്പാരാ വല്യമാരൊക്കെ എന്താ പറഞ്ഞു അതന്നെ പേരിടാ. ഇന്നത്തെ കാലത്ത് അതല്ല. അർത്ഥം എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഇന്ന് പേരിടണുള്ള ആളുകൾ. ഷായത്തെ വലിയൊരു സത്യാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ്? നമ്മൾ ആ സമയത്ത് അല്ലല്ലോ, അന്നത്തെ കാലം അങ്ങനെയാണ്. പ്രസവിച്ച അമ്മായിയുടെ അമ്മായിമാരെ ഇട്ടേക്കണ ഞങ്ങളുടെ പേരൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. പേരൊക്കെ അമ്മായിട്ടതാ. അതെനിക്ക് നല്ല ഉറപ്പുള്ളത്. ഓക്കെ. ഹൈർ. ഞാൻ പക്ഷെ പേര് കുട്ടികളുടെ എന്റെ പേരൊക്കെ വലിയ മുഴുവൻ വിളിക്കും. അൽഹംദുലില്ലാ. എന്റെ വലിയ അമ്മായി എനിക്കിട്ട പേര് കേട്ടാ നിങ്ങൾ ചിരിക്കും. എന്തായിരുന്നു? മിനി എന്താണ്? മിനി മിനിയോ? മിനി 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 ആ മിനി. മിനി നല്ലതല്ലേ? ചെറുത്, ടൈനി എന്നുള്ള അർത്ഥം മിനി. ആ അത് കുഴപ്പമില്ല. പിന്നെ മിനി കുഴപ്പമില്ല. ഈ സഗീറെന്ന് പേരിടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ചെറിയവൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കും സഗീറെന്ന് വിളിക്കുക. പിന്നെ അതുപോലെ ഷഹീർ എന്ന് പറയില്ല, പ്രശസ്തൻ ഷഹീർ എന്ന് പറയും. ഷഹീറുൻ അവനൊരു പ്രശസ്തി നല്ല പേരാണ്. ഷഹീറുൻ. സഗീറിനിടും ചിലവര്, കബീറിനിടും. അബ്ദുൽ കബീർ എന്നൊക്കെ ഇടുമ്പോൾ കുഴപ്പമില്ല, കബീർ. പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ അബ്ദുറഹ്മാൻ, അബ്ദുള്ള ഒക്കെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിളിപ്പേരുകൾ കുറെ വിളിച്ചിരുന്നു കേട്ടോ. ഉനൈസ് എന്നൊക്കെ വിളിച്ചിട്ട്, ഉനൈസ്. അതുപോലെ എന്താണ് ഇങ്ങനെ കുഞ്ഞു പേരില്ല, കുഞ്ഞു കുട്ടികളായിട്ട് വിളിക്കും. നമ്മളെ തസ്വീർ ചെയ്തിട്ട് വിളിക്കാറുണ്ട്. ഇബ്രാഹിം അല്ല, തസ്വീർ ചെയ്തിട്ടേ നമ്മൾ തസ്വീർ പഠിച്ചിട്ടില്ലേ? വാക്കുകൾ ഇങ്ങനെ എന്താ ഉബൈദുള്ള കേട്ടില്ലേ? അബ്ദുള്ള ഉബൈദുള്ളാക്കിട്ടൊക്കെ വിളിക്കില്ല, അങ്ങനെ തസ്വീർ ചെയ്തിട്ടൊക്കെ വിളിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. വല്ലാഹു അലം. ശരി, ഹൈർ കേട്ടാ. അപ്പോൾ ഇവിടെ ഹംസ ഹർഫുൽ നമ്മള് ബക്കറയിൽ ഒരു ചരിത്രം ഉണ്ടല്ലോ ഉസൈറിന്റെ. ഉസൈർ ആരാ ഫാത്തിമ? ഒരു സഹാബിയൊന്നുമല്ല, ഒരു കഥ ഉണ്ട്. പിന്നെ ബക്കറയിൽ ഒരു ആയത്തുണ്ട്. പ്രവാചകനാണ്. ഒരു പ്രവാചകനാണ് ഫാത്തിമത്തോ. ഉസൈർ പ്രവാചകന് അള്ളാഹുവിന്റെ മകനാണെന്ന് യഹൂദികൾ വാദിച്ചിരുന്നു. വായിച്ചിട്ടില്ലേ? ചരിത്രം അതിലുണ്ട്. ജൂതന്മാര് പറയണത് അവരുടെ പ്രവാചകൻ അതാണെന്നാണ്. അവര് കാലത്തിൽ ഉസൈർ ഇബ്നു എന്നും പറഞ്ഞാണ് ആയത്ത് തുടങ്ങണം. അതെ, ഉസൈർ ഇബ്നുള്ള അള്ളാന്റെ മകനാ എന്താണ് എനിക്ക് ഓർമ്മയില്ല. മകനല്ലേ? ഇബ്നു കഴിഞ്ഞിട്ട് എന്താണ്? അള്ളാഹുവിന്റെ മകൻ എന്നല്ലേ? കാലത്തിൽ യഹൂദ് ഉസൈറുള്ള എന്നല്ലേ? അതാണ് ചോദിച്ചത്. അതിന്റെ ബാക്കി പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ശരി ട്ടാ, ഹൈർ മതി. തസ്തതിഉ ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മതി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. അൻ ഹർഫു നസ്ബിൻ വ മസ്ദരിൻ. തസൂഖ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഷാഹിനതൻ മഫൂലുൻ ബിഹി മൻസൂബുൻ. തസൂഖന മഫൂലുൻ ബിഹി. യാ ഹർഫു നിദാ സുബൈറു മുനാദ. സുബൈറു. ഹാദിഹി റിസാലത്തു ബി ഖത്തിൻ റിദീഇൻ ലാ അസ്തതിഉ അൻ അഖ്റഅഹ. ഹാദിഹി റിസാലത്തു, ഈ കത്ത്, ബി ഖത്തിൻ റദീഇൻ. റദീഇൻ ആണ് കേട്ടോ. റദീഇൻ എന്ന് വെച്ചാൽ റദീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ലാത്ത, മോശം ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. മോശം ഹാൻഡ് റൈറ്റിങ്ങിലാണ് ഈ കത്ത്. ബി ഖത്തിൻ റദീഇൻ, മോശം ഹാൻഡ് റൈറ്റിങ്ങിലാണ്. ലാ അസ്തതിഉ, ഐ കാണ്ട്, എനിക്ക് കഴിയുന്നില്ല. അൻ അഖ്റഅഹ, അത് വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ദിസ് ലെറ്റർ ഈസ് ഇൻ ബാഡ് ഹാൻഡ് റൈറ്റിംഗ്, ഓർ എന്താ പറയുക, ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. ഐ കാണ്ട് റീഡ് ഇറ്റ്, എനിക്കിത് വായിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞോ? അവിടെ തസ്തതിഉ അൻ തഖ്റഅഹ യാ ബറാഉ. ബറാഎ, നിനക്കിത് വായിക്കാൻ കഴിയുമോ? ഓ ബറാ, ക്യാൻ യു റീഡ് ഇറ്റ്, നിനക്കിത് വായിക്കാൻ കഴിയുമോ? ഹാദിഹി ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ. റിസാലത്തു ബദലുൻ മർഫൂഉൻ ബി ഖത്തിൻ ജാറുൻ വ മജ്റൂറുൻ. റദീഇൻ. റദീഇൻ എന്താ? ഒരു മിനിറ്റ്, ഷബന എന്ന് പറഞ്ഞേ. അതിന്റെ നാത്തല്ലേ? ഷബന കൃത്യമായിട്ട് പറയണം. റദീ, ഞാനൊന്ന് എനിക്കൊരു ഇതുണ്ട്.
ഫുള്ള് പറയണേ. റദീഇൻ അവിടെ ഉണ്ടാ? ഇല്ല. അപ്പൊ റദീ ഉണ്ടോ? ഉണ്ട്. ആ റദീഇൻ ഒന്ന് പറഞ്ഞേ. നേരത്തെ എങ്ങനെയാ പറയാ നിങ്ങള്? ഞാൻ നേരത്തെ അല്ല, നിങ്ങൾ എന്താ സിഫത്തുൻ എന്നല്ല പറയാ? സിഫത്തുൻ ആക്കി പറഞ്ഞു. സിഫത്തുൻ സിഫത്തുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ കസറത്തു ളാഹിറ. സിഫത്തുൻ മജ്റൂറത്തുൻ എന്നാണോ മജ്റൂറുനാണോ? സിഫത്ത് വരുമ്പോ മജ്റൂറത്തും വരില്ലേ? അതാണ് സിഫത്തുൻ വരുമ്പോ അത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പറയുമ്പോ മജ്റൂറത്തുൻ എന്ന് പറയണം. നമ്മൾ നേരത്തെ പറയുന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാനിപ്പോ അത് ശ്രദ്ധിച്ചത് എപ്പോഴാണ്? അലാമത്ത് റഫി അലാമത്ത് റഫ് അലാമത്ത് ജർരിഹി കസറത്തു ളാഹിറ അങ്ങനെയാണല്ലോ. അതെ, സിഫത്തുൻ മജ്റൂറത്ത്. അതെ, പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ ബുക്കിൽ എടുക്കുമ്പോൾ അവിടുത്തെ മാം ഇങ്ങനെ സിഫത്തുൻ ഇത് സിഫത്തുൻ മർഫൂഅത്തുൻ എന്ന് പ്രത്യേകം വായിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ സിഫ പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. ശരി ട്ടാ. ലാ ഹർഫു നഫീൻ അസ്തതിഉ ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. അൻ ഹർഫു നസ്ബിൻ വമസ്തരീൻ അഖ്റഅ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. അൽ ഹാ എന്നാണ് അല്ലേ? അപ്പോൾ അവിടെ എങ്ങനെ വരും? അതല്ലേ വായിച്ചു. ضمير متصل مبني على السكون في محل نصب مفعول به. أقرأ أن مفعول به ആണ് ഹാ എന്നത്. ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. തസ്തതിഉ ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. അൻ ഹർഫു നസ്ബിൻ വമസ്തരിൻ. ഈ ഹാ എന്തെല്ലാം ഇവിടെ എവിടെ ഫെമിനിൻ ആയിട്ടുള്ള വേർഡുണ്ട്? ആ എന്തെല്ലാം മടങ്ങണ? അത് പിന്നെ റിസാലത്തിലേക്ക്. നിനക്കിത് വായിക്കാൻ കഴിയുമോ? റിസാല പെണ്ണല്ലേ? അതാണ് കേട്ടാ. പിന്നെ തസ്തതിഉ പറയില്ല. അന്ന് പറഞ്ഞു തഖ്റഅ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. അൽ ഹാഉ ളമീറുൻ അൽ ഹാ അല്ല ട്ടാ, ഹാ എന്നാണ് പറയേണ്ടത്. അൽ ഹാഉ എന്ന് പറയുമ്പോൾ ഹാ ഒറ്റക്കുള്ളപ്പോഴാണ് അൽ ഹാഉ എന്ന് പറയുക ട്ടാ. ഹാ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫീ മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി യാ ഹർഫുൻ നിദാ മബനിയുൻ അല സുകൂനി ബറാഉ മുനാദ. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ വേഗം വേഗം പറഞ്ഞു പോണതാണ് കേട്ടോ. നിനക്കിത് വായിക്കാൻ പറ്റുമോ? എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. നിനക്ക് വായിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതസ്തതിഈന അൻ തഗ്സിലി ഹാദിഹിൽ മലാബിസൽ യൗമ യാ ലൈല. തസ്തതിഈന, നീ ഒരു പെണ്ണിനോടാണ് പറയണത്. ലൈല, നിനക്ക് കഴിയുമോ? അൻ തഗ്സിലി, കഴുകാൻ, ഹാദിഹിൽ മലാബിസ, ഈ വസ്ത്രം, അൽ യൗമ, ഇന്ന്. ലൈല മലാബിസ് അല്ലേ, ഈ വസ്ത്രങ്ങൾ ട്ടാ. ലൈല, ഈ വസ്ത്രങ്ങൾ നിനക്കിന്ന് കഴുകാൻ സാധിക്കുമോ? ലൈല, ഈ വസ്ത്രങ്ങൾ നിനക്ക് ഇന്ന് കഴുകാൻ സാധിക്കുമോ? ലൈല, ക്യാൻ യു വാഷ് ദീസ് ക്ലോത്ത്സ് ടുഡേ? കഴിയുമോ? ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. തസ്തതിഈന ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിസുബൂതി നൂനി. الياء المخاطبة ضمير متصل مبني على السكون في محل رفع فاعل. أن حرف نصب ومصدري. تغسلي فعل مضارع منصوب بحذف نون. والفاعل هذا ياء له ياء المخاطبة له. الياء أدان فاعل. هذه اسم الإشارة مبني على الكسر في محل نصب مفعول به. الملابس بدل منصوب. اليوم ظرف زمان. يا حرف نداء. ليلى منادى. ليلى എങ്ങനെ പറയാ? മുനാദ മൻസൂബുന്ന. ലൈല എന്ന് ഓർത്തേക്കണം കേട്ടോ. നമുക്കതൊന്ന് നോക്കിയിട്ട് ഞാൻ നാളെ പറ്റുമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാരാട്ടാ. അലിയോമ ലർഫ് സമാൻ. ലൈല നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാണ്ട്. മുനാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനാദ ഒറ്റപ്പദമാകുമ്പോൾ മബനിയുൻ അല ദൊമ്മില്ലേ, അപ്പോൾ ദൊമ്മത്തിൽ മുഖദ്ദരി എന്നൊക്കെ പറയുമെന്ന് നോക്കണം. മുനാദ കണ്ടോ, നമ്മൾ ഒറ്റ പദമായിട്ടുള്ള അലമാണെങ്കിൽ കിടക്കണത് അവിടെ എന്താ അങ്ങനെ വന്ന പറയണ പാത്തിത്തോ
ശരി കേട്ടോ. അടുത്തത് അമ്മൽ മായലി, തുടർന്ന് വരുന്നത് നീ ചിന്തിക്കണം. സൊല്ല, സൊല്ല എന്ന് പറഞ്ഞാൽ ഫഅല വസനാണ് കേട്ടോ. അവൻ നമസ്കരിച്ചു. യുസല്ലി, അവൻ നമസ്കരിക്കുന്നു. സൊല്ലി, നീ നമസ്കരിക്കി. കണ്ടോ, യുസല്ലി എന്ന് പറയുമ്പോൾ അവിടെ സൊല്ല, അവിടെയൊക്കെ എന്താ ഫഅല വസനാണ് കേട്ടോ. ഫിൽ മാളി മബനീൻ അലൽ ഫതഹത്തിൽ മുഖദ്ദരി ലിസിഖിലി. യുസല്ലി പറയുമ്പോൾ അവിടെ ലൊമ്മത്തുൽ മുഖദ്ദരി അല്ല സിക്കിലല്ല, ആദ്യത്തെ തഅദുറ്, രണ്ടാമത്തെ സിക്കിൽ കേട്ടോ. സൊല്ലി എന്ന് പറയുന്നത് ഹദ്ഫി ഹർഫിലില്ല സൊല്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞങ്ങൾക്ക് ഇന്നലെ രാത്രി മുതൽ ഇവിടെ മഴയാണ് കേട്ടാ. മഴയാണോ? അതെ, അൽഹംദുലില്ലാ, നല്ലല്ലേ, ചൂട് കുറഞ്ഞില്ലേ? ഇവിടെ മഴ ഇല്ല, എറണാകുളത്തില്ല, ആ ഇരുണ്ട് കിടക്കണം. ആ ഫാത്തിമ എറണാകുളം എവിടെയാ സ്ഥലം? കാക്കനാട്. ആ പിന്നെ ഞങ്ങോട്ട് വരുമ്പോൾ ഫാത്തിമത്താൻ്റെ അടുത്ത് വരും ഇൻഷാ അല്ലാ. വരണേ ഇൻഷാ അല്ലാ, വരണേ ഇൻഷാ അല്ലാ. അല്ലാഹു എനിക്ക് കാണാൻ ഞങ്ങൾ സ്വീകരിക്കണം കേട്ടോ. അപ്പൊ പിന്നെ അവിടെ ഇല്ല ഇവിടെ ഇല്ല അതൊന്നും പറയരുത് കേട്ടോ. അതിലെ പാച്ചിന്റെ എന്താണ് റെജീന നാട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ കാണാലോ. ഇവിടെ കോഴിക്കോടാ? അല്ല, കോഴിക്കോടല്ല, കോഴിക്കോടല്ല, തൃശ്ശൂർ. തൃശ്ശൂര്. അല്ല, ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ വരണ്ടേന്ന്. ഇത് വായിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇൻഷാ അല്ലാ. അസൊല്ലൈത ളുഹറ യാ ഹുസൈൻ, ഹുസൈനെ നീ ളുഹർ നിസ്കരിച്ചാ? അസൊല്ലൈത ളുഹറ യാ ഹുസൈനു, ഹുസൈനെ നീ ളുഹർ നിസ്കരിച്ചോ? ഡിഡ് യു പ്രേ ളുഹർ ടുഡേ? ടുഡേ ഉണ്ടോ? ഇല്ല അല്ലേ. നിസ്കരിച്ചോ, ളുഹർ നിസ്കരിച്ചോ. ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം. സൊല്ലൈത ഫിഅലുൻ മാലിൻ മബനിയുൻ അല സുക്കൂനി, അത്താഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. അൽ ളുഹറ മഫൂലുൻ ബിഹി യാ ഹർഫുൻ നിദാ ഹുസൈനു മുനാദ. അപ്പോൾ ഇവിടെ സൊല്ല പറഞ്ഞ നിസ്കരിക്കണതിനെ കുറിച്ചിട്ടല്ലേ. പിന്നെ സൊല്ല ബി, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇമാമായിട്ട് നിസ്കരിക്കുക, നമ്മൾ പടത്തിൻ്റെ തുടക്കത്തിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ. സൊല്ല ബിന യാ ഷെയ്ഖു, ഷെയ്ഖേ സൊല്ലി നിസ്കരിക്കു ബീന, ഞങ്ങൾക്ക് വേണ്ടി, അതായത് ഞങ്ങളെ നയിക്കൂ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കൂ എന്നാണ് ശരിക്കും അർത്ഥം. ബീന എന്ന് പറഞ്ഞാൽ ഞങ്ങളെയും കൊണ്ട്, സൊല്ലി നീ നിസ്കരിക്കൂ, ബീന ഞങ്ങളെയും കൊണ്ട്, ഷെയ്ഖെ ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കുക എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കുക എന്നാണ്. യു ലീഡ് അസ് ഇൻ പ്രയർ എന്നാണ് അർത്ഥം. അപ്പോൾ സൊല്ലി ഫിഅലു അംറിൻ എന്താ പറയുക, മബനിയുൻ അല ഹദ്ഫി ഹർഫിലില്ല. ബിന ജാറുൻ വ മജ്റൂർ യാ ഹർഫിൻ ഇദാ ഷെയ്ഖു മുനാദ. ഒരു മിനിറ്റ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ലാ തുസല്ലൽ ഫറായിള ഫിൽ ബൈത്തി, ലാ തുസല്ലി നീ നിസ്കരിക്കരുത്, അൽ ഫറായിള ഫർദുകൾ, ഫിൽ ബൈത്തി വീട്ടിൽ നീ ഫർള് നിസ്കരിക്കരുത്. ഓക്കെ, ഒബ്ലിഗേറ്ററി പ്രയർ ഉണ്ടല്ലോ, ഡോണ്ട് പ്രേ ദ ഒബ്ലിഗേറ്ററി പ്രയർ അറ്റ് ഹോം, വീട്ടിൽ പോയിട്ട് പള്ളി നിസ്കരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ലാ ഹർഫുൻ നാഹിയ, തുസല്ലി ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ. ജസ്മേത് എങ്ങനെ ഹദ്ഫി ഹർഫിലില്ലല്ലേ, ലത്തിന് ഹർഫിനെ കളഞ്ഞിട്ടാ ഇല്ല. വൽ ഫായിലു ളമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അൻത. അൽ ഫറായില മഫൂലു ബിഹി മൻസൂബു ഫിൽ ബൈത്തി ജാറുൻ വ മജ്റൂറുൻ. അടുത്തത് ലമ്മ. ലമ്മ നമ്മൾ കുറേ കാലമായില്ലേ കണ്ടിട്ട്. ലമ്മ ഉസല്ലി അസ്റ, ലമ്മ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ല എന്നല്ലേ. അപ്പോൾ ഉസല്ലി, ഞാൻ ഇതുവരെ അസ്ർ നിസ്കരിച്ചിട്ടില്ല, ഞാൻ ഇതുവരെയും അസ്ർ നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഇത്ര നേരമായിട്ട് ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല എന്നർത്ഥം കേട്ടോ. അപ്പോൾ ലമ്മ എന്തായിരുന്നു? ലമ്മ ഹർഫു ജസ്മിൻ വനഫീ ഖൽബിൻ. ലമ്മ ഉസല്ലി ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിഹദ്ഫി ഹർഫിൽ ഇല്ല. വൽ ഫായിലു ളമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അന. അൽ അസ്റ മഫൂലുൻ ബിഹി മൻസൂബുൻ. അടുത്തും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കേ. സൊല്ലൈതു ഫിൽ മസ്ജിദിൽ ഹറാമി, ഞാൻ മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചു. സൊല്ലൈതു ഫിഅലുൻ മാളിൻ മബ്നിയുൻ അല സുക്കൂനി, അത്താഉ ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല ളമ്മി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. ഫിൽ മസ്ജിദി ജാറുൻ വ മജ്റൂറുൻ അൽ ഹറാമി നഅത്ത്. അപ്പം ഞാൻ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചു. ഫിൽ മസ്ജിദിൻ നബവിയിൽ ഞാൻ നിസ്കരിച്ചു. ഫിൽ മസ്ജിദി ജാറുൻ വ മജ്റൂറുൻ, നബവി എന്നുള്ളത് നഅത്ത്. നബവി ഷരീഫി, നബവി ഷരീഫി പറയുമ്പോൾ എന്താ? മസ്ജിദുൻ നബവി ഷരീഫി ശരി. ഓക്കെ, പിന്നെ വ ഉഹിബ്ബു അൻ ഉസല്ലി ഫിൽ മസ്ജിദിൽ അഖ്സ ബിഇദ്നില്ലാ.
അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ, വേണ്ടുകയുണ്ടെങ്കിൽ ഞാൻ മസ്ജിദുൽ അക്സയിൽ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒഹിബു അൻ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അഹബ്ബ യുഹിബു ഒഹിബു അഹബ്ബ അഹബ്ബ യുഹിബു. ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദിറുഹു അന. അൻ ഹർഫുൻ ഇസ്മിൻ വ മസ്ദരിയിൻ. ഉസല്ലി ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ. ഉസല്ലിയ അല്ലേ, മൻസൂബുൻ ബിൽ ഫതഹത്തി. സല്ലിയുണ്ട്. والفاعل ضمير مستتر تقديره أنا. في المسجد جار ومجرور. أقصى نعت مجرور. بإذن جار ومجرور. الله لفظ الجلالة مضاف إليه مجرور. കുഴപ്പമില്ല അല്ലേ? അക്സ എന്തോന്ന് ജാർ മജ്റൂറ? അക്സ മസ്ജിദിൽ അക്സ പറഞ്ഞില്ല അല്ലേ? ഇവിടെ ഫിൽ മസ്ജിദ് ജാറുൻ വ മജ്റൂറുൻ. അക്സ മുളാഫിനിലേയ്യ. അതാണ് കേട്ടത്. നായത്ത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. നായത്തുൻ മജ്റൂറുൻ. ഇപ്പൊ തന്നെ പറഞ്ഞ ടീച്ചർ. നായത്തുൻ മജ്റൂറുൻ. സല്ലൈതു അലൈഹി എന്നാൽ എന്താർത്ഥം? അള്ളാന്റെ വേണ്ടുകയുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ, അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ എന്നൊക്കെ പറയാം അർത്ഥം. അതെ, ഇപ്പൊ അവന്റെ മേൽ ഞാൻ നമസ്കരിക്കുന്നു. അവന്റെ മേൽ നിസ്കരിക്കാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചപ്പോ? ഇനി ഒന്ന് പറഞ്ഞേ, ആലോചിച്ചിട്ട്. അവന്റെ മേൽ എപ്പോഴാണ് നമസ്കരിക്കുക? അള്ളാഹുവിന് വേണ്ടി. പറച്ചോനെ, ഒരാളെ മേലിൽ നമ്മളെങ്ങനെ നിസ്കരിക്കുക? മയ്യത്ത് നിസ്കാരല്ലേ? അവന്റെ മേൽ. അപ്പൊ സൊല്ല ബിയുണ്ട്, സൊല്ല അലയുണ്ട്, സൊല്ല മാത്രവും പറയൂട്ടാ. ചില ക്രിയകൾ അങ്ങനെ ഉണ്ട് എന്ന് പറയാണ്. അടുത്തതും നല്ല എളുപ്പമാണ്, ഒരു മിനിറ്റ് കൊണ്ട് അത് അവസാനിപ്പിക്കുക. അടുത്ത പേജിൽ എന്തായിരുന്നു? മാസങ്ങളുടെ പേര്. അൽ മുഹറമു അൽ മുഹറമു സഫറുൻ റബീഉനിൽ അവ്വലു റബീഉനിൽ ആഖിറു. ഒരു മിനിറ്റ്. റബീഉനിൽ ആഖിറു ജുമാ ജുമാദൽ ഊല ജുമാദൽ ആഖിറു. എത്ര കാലായി നമ്മള് അറബി പഠിക്കൽ തുടങ്ങിയിട്ട്? ഇപ്പോഴാണ് ഒരു മാസം പഠിപ്പിക്കലുള്ളൂ. മാസം നമ്മൾ പഠിച്ചില്ലേ? ഏതൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞുതരാട്ടാ. റജബുൻ ഷഅബാനു റമദാനു ഷവ്വാലുൻ ദുൽഖഅദത്തി ദുൽഹിജ്ജത്തി. ഇവിടെ മുഹറമുൻ എന്ന് പറയുമ്പോൾ അൽ മുഹറമു വെച്ചിട്ടാണ് പറയുക. സഫറുൻ. പിന്നെ റബീഉനിൽ അവ്വൽ, അത് സിഫയാണ് കേട്ടോ. അൽ അവ്വലു എന്നുള്ളത് നേരത്താണ്. അൽ ആഖിറു എന്നുള്ളതും നേരത്താണ് കേട്ടോ. റബീഉനിൽ ആഖിറു. ഓക്കെ, ഒന്നാം വസന്തം എന്നൊക്കെ പറയാം. റബീഉനിൽ അവ്വൽ. അത് പറഞ്ഞുതരാം. അതായത് ഇത് മൗസൂഫിനെ സിഫത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. റബീഉനിൽ അവ്വലി എന്നൊക്കെ പറയാറുണ്ട്. റബീഉൽ അവ്വലി എന്നും പറയാറുണ്ട് ചിലയിടത്ത്. ഇതിപ്പോൾ നേരത്ത് മനൂത്തായിട്ടാണ് ഇവിടെ അങ്ങനെ പറയാറുണ്ട് എന്ന്. കാരണം സിഫ കാണുമ്പോൾ നിങ്ങൾ നോക്കിയേ, പിന്നെ കാണുമ്പോൾ എങ്ങനെ റബീഉൻ പ്രോപ്പർ നെയിം ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ചിലതിൽ മുലാഫിലേഹി ആക്കിയിട്ട് റബീഉൽ അവ്വലി എന്ന് വരാറുണ്ട്. റബീഉൽ ആഖിരി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ പറയാറുണ്ട്. ഒന്നാം അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെയും വന്നിട്ടുണ്ട്. പിന്നെ ജുമാദ് എന്ന് പറഞ്ഞാൽ എന്താ? ജുമാദൽ തണുത്തത് എന്തുകൊണ്ടാണ്? ഒന്നാം തണുപ്പാണ്. പിന്നെ ചിലയിടത്ത് റബീഉൽ അവ്വലു പറഞ്ഞിട്ട് റബീഉൽ ആഖിറൂന് പകരം ചിലയിടത്ത് റബീഉനി സാനി പറയാറുണ്ട്. രണ്ടാം റബീ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതാണ് നല്ലത്, കാരണം മൂന്നാം റബീ എന്ന് പറഞ്ഞിട്ട് റബീ ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് നല്ലത് എന്നാണ് പറയണത്. അങ്ങനെ ചിലയിടത്ത് പറയുന്നത്. പിന്നെ ജുമാദൽ ഊല ജുമാദൽ ആഖിറ. റജബുൻ ഷഅബാനു റമദാനു ഒക്കെ മംനൂ മിന സർഫുകളാണ് കേട്ടോ. ദുൽ ഖഅദി മുലാഫിലേഹി അല്ലേ? ഖഅദി, അതെ, ഹജ്ജ് ഖഅദിൻ്റെ. ശരി കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. ടീച്ചറെ മുഹറമും സഫറും എന്തരായിട്ട് വരും? മുഹറം എന്ന് പറയണമെങ്കിൽ ഹറമ. എന്താ ഹറമ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കി. എന്താണ് മുഹറം? ഹറമന്റെ എന്താണ്?